നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. 15ാമത്തെ പാഠമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഈ പാഠത്തിൽ യാ എന്ന വ്യഞ്ജനാക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത്. യാ എന്ന അക്ഷരം വരുന്ന വാക്കുകളും വാചകങ്ങളും നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാം. യാ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കൂ. ഈ 2 വരയുടെ നടുവിലായി പേന വെച്ചതിന് ശേഷം ഒരു റാ വരയ്ക്കുകയാണ്. ആ റാ അവസാനിക്കുന്ന ഭാഗം ദേ വളച്ചുകൊണ്ട് താഴത്തെ വരയിൽ വന്ന് തൊട്ടതിന് ശേഷം വീണ്ടും വളച്ചുകൊണ്ട് മുകളിലത്തെ വരയിൽ വന്ന് തൊട്ടു. ഈ വര ആദ്യം വരച്ച റാ തുടങ്ങിയവിടത്ത് വന്ന് ചേർന്ന് നേരെ വളച്ച് താഴത്തെ വരയിൽ വന്ന് മുട്ടി. അതിനുശേഷം മുകളിൽ വന്ന് അവസാനിച്ചു. ഇതാ ഇപ്പോൾ യാ എന്ന അക്ഷരമായി. ഒരിക്കൽ കൂടെ വരയ്ക്കാം. ഈ 2 വരയുടെ പകുതി മാത്രം വലിപ്പമുള്ള ഒരു റാ വരച്ചു. ആ റാ അവസാനിക്കുന്ന ഭാഗം നീട്ടി താഴത്തെ വരയിലൂടെ മുകളിലത്തെ വരയിലേക്ക് കൊണ്ടുവന്ന് വളച്ച് റാ തുടങ്ങിയവിടത്ത് വന്ന് ചേർന്നു. അതിനുശേഷം ആ വരയെ നീട്ടി വരച്ച് താഴത്തെ വരയിലൂടെ മുകളിലേക്ക് കൊണ്ടുവന്ന് വളച്ചു വെച്ചു. ഇതാണ് യാ എന്ന അക്ഷരം. ഒരിക്കൽ കൂടെ വരയ്ക്കാം അല്ലേ? നോക്കൂ, ഈ 2 വരയുടെ പകുതി മാത്രം വലിപ്പമുള്ള റാ വരച്ചതിന് ശേഷം ആ റായുടെ ഈ ഒരു ഭാഗം നീട്ടി താഴത്തെ വരയിലൂടെ വളച്ച് മുകളിലെ വരയിൽ കൊണ്ടുവന്നു. അതിനുശേഷം ആ വരയെ റാ തുടങ്ങിയവിടത്ത് കൊണ്ടുവന്ന് ഒന്നിച്ച് ചേർത്തു. പിന്നീട് ആ വര നേരെ നീട്ടി താഴത്തെ വരയിലൂടെ വളച്ച് മുകളിൽ കൊണ്ടുവന്ന് നിർത്തി. ഇതാണ് യാ എന്ന അക്ഷരം. ഇപ്പം നമ്മൾ യാ എന്ന് എഴുതാൻ പഠിച്ചു. ഇനി നമുക്ക് യാ വരുന്ന വാക്കുകൾ പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്ക് ചായ എന്നാണ്. ചായ എങ്ങനെ എഴുതുക? ആദ്യം ചാ എന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ചാ എഴുതിയതിന് ശേഷം ആദ്യം നമ്മൾ ചാ എഴുതുന്നു. ചാ എഴുതിയതിന് ശേഷം ചാ എന്നാവാനായിട്ട് ആയുടെ ചിഹ്നം ചേർത്തു. ചാ തൊട്ടടുത്തായിട്ടൊരു യാ എഴുതി. എങ്ങനെ വായിക്കാം? ചായ, ചായ, ചായ. ഇനി നമുക്ക് പായ എന്നെഴുതി പഠിക്കാം. പായ. ആദ്യം നമ്മൾ പാ എഴുതുന്നു. പാ എന്നാവാനായിട്ട് ആയുടെ ചിഹ്നമിട്ടു. പാ. അതിനുശേഷം തൊട്ടടുത്തായിട്ട് യാ എന്ന അക്ഷരവും കൂടെ എഴുതി. എങ്ങനെ വായിക്കുക? പായ, പായ. ഇനി കയറ് എന്ന വാക്കാണ് പഠിക്കാൻ പോകുന്നത്. കയറ്. കാ എഴുതി. തൊട്ടടുത്തായിട്ട് യ. കായ ആയി. ഇപ്പോൾ കാ യ റ് എന്നാണ് വേണ്ടത്. റ്. റാ അല്ല, റ് ആണ് കേൾക്കുന്നത്. റ് എന്ന് കേൾക്കുമ്പോൾ റാ എഴുതിയിട്ട് എന്ത് ചേർക്കണം? റാ എഴുതിയിട്ട് ചന്ദ്രക്കല ഇടണം അല്ലേ? അപ്പോഴല്ലേ റ് ആവുള്ളൂ. റാ എന്ന് എഴുതുന്നു. റായുടെ മുകളിലായിട്ടൊരു ചന്ദ്രക്കല. കാ യ റ്, കയറ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്ക് പയറ് എന്നാണ്. പയറ്. ആദ്യം പാ എഴുതുന്നു. തൊട്ടടുത്തായിട്ടൊരു യാ കൂടെ വരച്ചു. പയ. ഇനി എന്തെഴുതണം? റ്. റാ എഴുതി. റ് എന്നാവാനായിട്ട് ചന്ദ്രക്കല ചേർത്തു. പയറ്, പയറ്. അടുത്തത് നമ്മൾ പഠിക്കുന്ന വാക്ക് വയറ് എന്നാണ്. അപ്പം ആദ്യം വാ എന്നെഴുതണം. വയറ് എന്നതിന് ആദ്യം ടീച്ചർ ദേ വാ എന്നെഴുതുന്നു. വാ. തൊട്ടടുത്ത് യ. വാ യ. അടുത്തത് റ് ആണ് ശബ്ദം കേൾക്കുന്നത്. റാ എഴുതി ചന്ദ്രക്കലയിട്ടു. എങ്ങനെ വായിക്കുക? റ്. വാ യ റ്, വയറ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്ക് വായന എന്നതാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വായന എന്ന വാക്കാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. വാ. ആദ്യം വാ എഴുതിയിട്ട്
വാ ആവാനായിട്ട് നമ്മൾ ആയുടെ ചിഹ്നം ചേർക്കുന്നു. വാ ആയല്ലേ ഇപ്പോൾ. ഇനി യാ എഴുതി. വായന, വായന. വായന, വായന. അപ്പം ഇത്രയും വാക്കുകൾ നമ്മളിപ്പോൾ പഠിച്ചു. യാ പഠിച്ചു. യാ വെച്ചിട്ടുള്ള വാക്കുകളായ ചായ, പായ, കയറ്, പയറ്, വയറ്, വായന. ഇത്രയും വാക്കുകൾ പഠിച്ചു. ഇനി നമുക്ക് യാ വരുന്ന വാചകങ്ങൾ പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന വാചകം മരം കയറാം എന്നാണ്. 2 വാക്കുള്ളൊരു വാചകമാണ്. ആദ്യത്തെ വാക്ക് മരം, പിന്നെ കയറാം. നമുക്ക് എഴുതാം മരം കയറാം എന്ന്. ആദ്യം മാ എഴുതി. മരം, മരം. എങ്ങനെ വായിക്കാം? മരം. ഇനി നമുക്ക് കുറച്ച് നീക്കണം. ക യ റാം, കയറാം. എങ്ങനെ വായിക്കുക? മരം കയറാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വാചകം ചായ തരാം. ആദ്യം നമുക്ക് ചായ എന്ന് എഴുതണം അല്ലേ? ചായ എഴുതി. അതിനുശേഷം ചായയുടെ തൊട്ടടുത്തായിട്ടൊരു ആയുടെ ചിഹ്നവും. ചാ. ഇനി യാ എഴുതണം. യ, ചായ തരാം. ത രാം. രാ എഴുതിയിട്ട് ആം എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആദ്യം ആ എന്നുള്ള ചിഹ്നം വേണം. അതിനുശേഷം അമ്മിൻ്റെ ചിഹ്നവും വേണം. തരാം. ഒരുമിച്ച് വായിക്കൂ. ചായ തരാം. അപ്പം നമ്മൾ ചായ തരാം എന്ന വാചകമാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്ന വാചകം പയറ് കറി വയ്ക്കാം. ഇതിലൊക്കെ നോക്കൂ, 2 വാക്കുകളേ ഉള്ളൂ അല്ലേ ഈ വാചകത്തിലും. മരം കയറാം എന്ന വാചകത്തിലെ 2 വാക്ക്, ചായ തരാം എന്ന വാചകത്തിലും 2 വാക്ക് അല്ലേ? ചായ എന്നും തരാമെന്നും. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന വാചകത്തിൽ 3 വാക്കാണുള്ളത്. അപ്പോൾ ആദ്യം പയർ എന്ന് എഴുതണം. പ എഴുതി. തൊട്ടടുത്തായിട്ടൊരു യാ എഴുതി. പയറ്, പയറ്. ആദ്യത്തെ വാക്ക് പയറ് ആണ്. പയറ് നമ്മൾ എഴുതി. ഇനി കുറച്ച് നീക്കിയതിന് ശേഷം കറിയാണ് അല്ലേ? ക എഴുതുന്നു. തൊട്ടടുത്തായിട്ടൊരു റാ വരച്ച് എന്ത് ചിഹ്നം വേണ്ടത്? ഇ എന്നാണ്. റായുടെ കൂടെ ഇ ആണ് കേൾക്കുന്നത്. അപ്പോൾ ഇ എന്ന ചിഹ്നവും ഇട്ടു. പയറ് കറി വയ്ക്കാം എന്നാണ് വേണ്ടത് അല്ലേ? അപ്പോൾ തൊട്ടടുത്ത് വീണ്ടും കുറച്ച് നീക്കിയതിന് ശേഷം അടുത്ത വാക്ക് എഴുതാൻ പോവാണ്. ഇത് 3ാമത്തെ വാക്കാണ്. വയ്ക്കാം. ഖ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കായുടെ കൂട്ടക്ഷരമാണ് എഴുതേണ്ടത്. വയ്ക്കാം ആവാനായിട്ട് ആ എന്നതിൻ്റെ ചിഹ്നവും വേണം, അം എന്നതിൻ്റെ ചിഹ്നവും വേണം. വയ്ക്കാം. എങ്ങനെ വായിക്കുക? പയറ് കറി വയ്ക്കാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വാചകം മയില് മല കയറി. നമ്മൾ ആദ്യത്തെ വാക്ക് എഴുതുന്നു. മയില്. യാ എഴുതിയിട്ട് ഈയുടെ ചിഹ്നം വേണ്ടേ? യാ എഴുതിയിട്ട് ഈയുടെ ചിഹ്നം ഇട്ടു. മയില്. ലാ എഴുതിയിട്ട് എന്ന ശബ്ദമായതിനായിട്ട് ചന്ദ്രക്കല ചേർത്തു. മയില്. മയില്. മല എന്നതാണ് 2ാമത്തെ വാക്ക്. മല. മാ എഴുതിയിട്ട് തൊട്ടടുത്തായിട്ടൊരു ലാ വരച്ചു. മല. ഇനി എന്താ 3ാമത്തെ വാക്ക്? കയറി. കയറി. 3 വാക്കുകളും നമ്മൾ എഴുതി. എങ്ങനെ വായിക്കണം? മയില് മല കയറി. ഇപ്പൊ നമ്മൾ പാഠം 15 പഠിച്ചു കഴിഞ്ഞു. 15ാമത്തെ പാഠത്തിൽ നമ്മൾ ഏതക്ഷര പഠിച്ചത്? യാ എന്ന അക്ഷരം പഠിച്ചു. യാ വരുന്ന വാക്കുകളാണ് പിന്നീട് പഠിച്ചത്. ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചത്? ചായ, പായ,
വായന, വയറ്, പയറ്. പയർ എന്തിനാ? കറി വെക്കാൻ ഉപയോഗിക്കുന്ന പയറ്. കയറ്, പലതും കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന കയറ് എന്ന വാക്കും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ കുറെ വാചകങ്ങളാണ് പഠിച്ചത്. ഏതൊക്കെ വാചകങ്ങളാ പഠിച്ചത്? മരം കയറാം. ഒരുമിച്ച് വായിക്കാം. മരം കയറാം. പയറ് കറി വയ്ക്കാം. മയില് മല കയറി. ഇത്രയും വാചകങ്ങൾ നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാഠം 15 പഠിച്ചത്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വാക്കുകളും വാചകങ്ങളും ഒന്ന് എഴുതി നോക്കാം. ശ്രദ്ധിച്ച് എഴുതണം. ആദ്യത്തെ വാക്ക് പച്ച. പച്ച, പച്ച. രണ്ടാമത്തെ വാക്ക് വാച്ച്. വാച്ച്, വാച്ച്. മൂന്നാമത്തെ വാക്ക് കച്ചവടം. കച്ചവടം, കച്ചവടം. നാലാമത്തെ വാക്ക് കാച്ചണം. കാച്ചണം, കാച്ചണം. അഞ്ചാമത്തെ വാക്ക് ചിരവ. ചിരവ, ചിരവ. ഇനി നമ്മൾ വാചകങ്ങളാണ് എഴുതാൻ പോകുന്നത്. ആദ്യത്തെ വാചകം പാല് കാച്ചണം. പാല് കാച്ചണം. അടുത്തത് ഇല പച്ച നിറമാണ്. 3 വാക്കുള്ള വാചകമാണ്. ആദ്യത്തെ വാക്ക് ഇല, രണ്ടാമത്തെ വാക്ക് പച്ച, മൂന്നാമത്തെ വാക്ക് നിറമാണ്. ഇല പച്ച നിറമാണ്. മൂന്നാമത്തെ വാചകം വാച്ചാണ് കച്ചവടം. വാച്ചാണ് കച്ചവടം. നാലാമത്തെ വാചകം ചവറ് വാരണം. ചവറ് വാരണം. അഞ്ചാമത്തെ വാചകം ആട് ചാടി. ആട് ചാടി. വായിക്കാനുള്ള വാചകങ്ങളാണ് തന്നിരിക്കുന്നത്. ഈ വാചകങ്ങൾ തെറ്റുകൂടാതെ വായിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ എഴുതി പഠിച്ചതും കേട്ടെഴുത്തും ഒക്കെ കൂടെ ടീച്ചർക്ക് അയച്ചു തരണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.